നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാന്ത്രികം 22ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പരിശീലിക്കുന്നവരോട്, പ്രാക്ടീസ് ചെയ്യുന്നവരോട് ആ ഒരു ചോദ്യം, നിങ്ങളത് കമന്റിലൊന്ന് പറയുമോ? നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് റിപ്ലൈ പറയൂ. നിങ്ങൾ ഹാപ്പി അല്ലേ? ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരാത്മസംതൃപ്തി, ഒരാത്മവിശ്വാസം നിങ്ങളിലില്ലേ? നിങ്ങളിൽ നിന്ന് നിരാശയും ഭയവും ഒഴിഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആനന്ദം നിങ്ങളിൽ എവിടെയൊക്കെയോ പിടിമുറുക്കിയിട്ടില്ലേ? ഉണ്ട്, ഞാനത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ 22ാമത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള 10 ആഗ്രഹങ്ങളുടെ പട്ടികയില്ലേ, അതൊന്ന് എടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നമ്മളത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് സൂക്ഷിക്കാൻ പോകുക. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിൽ, ഹാൻഡ് ബാഗിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ അത് സൂക്ഷിക്കുക. ദിവസത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് അത് എടുത്തു നോക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം എടുത്തു നോക്കി അതൊന്ന് വായിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഓരോ മിനിറ്റ് ആ ഓരോ ആഗ്രഹത്തിന്റെ മേലും ചിലവഴിക്കുക. അത് നടന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക, അതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഈ 22ാമത്തെ ദിവസത്തെ പ്രാക്ടീസ്. നമ്മൾ 28 ദിവസം ആവാറായി അല്ലെ? 28ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ, ഞാൻ പറഞ്ഞു, ഇന്റേണലായിട്ട്, ഫിസിക്കലായിട്ട്, മെന്റലി ആയിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നമ്മൾ കൈവശം വെക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ, നിങ്ങൾ യാത്രയിലാണെങ്കിലൊക്കെ അത് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ അതിന്റെ കൂടെ ഇരിക്കുമ്പോൾ, നമ്മൾ പറയില്ല ഉപവസിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂടെ ഇരിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ അത് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ആ ഒരു ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടത്? രാവിലെ തന്നെ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ? അതിന് നന്ദി പറയാ. അതോടൊപ്പം ഇന്ന് നമ്മൾ 10 ആഗ്രഹങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള പട്ടിക നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് നെഞ്ചോട് ചേർത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ച, നമുക്ക് കിട്ടിയ 3 അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. മനസ്സിൽ ഒരു ആകുല ചിന്തതയില്ല, മനസ്സിൽ ഒരു ആകുല ചിന്തയില്ലാതെ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക. ലവ് യു.